ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, ഞാൻ സ്ത്രീകൾക്കും അതേപോലെ തന്നെ അല്പം പ്രായമായ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാലുകളുടെ ബലം വർദ്ധിപ്പിക്കാനുള്ള, അതേപോലെ നിങ്ങളുടെ ആപ്സിന്, നിങ്ങളുടെ വയറിന് പ്രയോജനകരമായിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. അപ്പം നമ്മുടെ ഒന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കസേരയിൽ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ 2 കൈകളും മുകളിലോട്ട് ഇതേപോലെ ഉയർത്തിപ്പിടിക്കാം. അതിനുശേഷം ഇതേപോലെ നിങ്ങൾക്ക് പതുക്കെ എഴുന്നേക്കാം, ഇതേപോലെ ഇരിക്കാം. ഓക്കെ, ഒരു ഹാഫ് സ്ക്വാട്ട് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ, നമ്മൾ കസേരയിൽ ഇരിക്കുക, അതുപോലെ തന്നെ അപ്പ് ചെയ്യുക. ഓക്കെ, വളരെ കൺട്രോൾ ചെയ്ത് സാവധാനത്തിൽ ചെയ്താൽ മതിയാവും. നിങ്ങൾ താഴോട്ട് കസേരയിലോട്ട് ഇരിക്കുന്ന സമയം നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, നിങ്ങൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഒരു 15 പ്രാവശ്യം ചെയ്യുക. ഇത് നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ, കാഫ് മസിൽ, അത് കണക്ക് തന്നെ നിങ്ങളുടെ കാലിൻ്റെ തുടഭാഗത്തെ മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വർക്കൗട്ടാണ്. രണ്ടാമത്തെ വർക്കൗട്ട്, നിങ്ങൾക്ക് ഇതേപോലെ കസേരയിൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. ഞാൻ ഈ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ കാല് പതുക്കെ ഇത് കണക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ 3, 4, ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെ നിങ്ങളുടെ കാലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കും, നിങ്ങളുടെ തുടകളുടെ ആ ഒരു കൊഴുപ്പിനെയൊക്കെ എരിയിച്ച് കളയാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് അടുത്ത കാലിലും ഒരു 10 പ്രാവശ്യം ചെയ്യാം. 1, 2, ലെഗ് സർക്കിൾ എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. വളരെ അനായാസമായിട്ട് ചെയ്യാം, പക്ഷേ നല്ല എഫക്റ്റീവാണ്. നിങ്ങൾ കുറച്ച് ദിവസം ഈ ഒരു വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ കാലുകളുടെ ബലം വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതേപോലെ പതുക്കെ കൺട്രോൾ ചെയ്ത് സർക്കിൾ ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഓരോ കാലിലും 10 പ്രാവശ്യം വീതം ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം നിങ്ങളുടെ കൈകൾ ഇതേപോലെ വെക്കാം. അതിനുശേഷം നിങ്ങളുടെ ഓരോ കാലുകളായിട്ട് പതുക്കെ ഇതേപോലെ മുകളിലോട്ട് ഉയർത്തുക. 3, 4, 5. ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന വഴി നിങ്ങളുടെ കാലുകളുടെ ആ ഒരു ബലം വർദ്ധിക്കും. അതിലുപരിയായിട്ട് നിങ്ങളുടെ വയറിനും നിങ്ങളുടെ കോർ മസിലിനെ സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. പ്രത്യേകിച്ചും ഞാൻ ഈ പറയുന്നത് വീട്ടമ്മമാരൊക്കെ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് ചിലവഴിക്കാമെന്നുണ്ടെങ്കിൽ നല്ല അവരുടെ ഒരു കാലുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ മാറ്റി അവർക്ക് കാലുകൾക്കൊക്കെ ഒരു പൂർണ്ണ ആരോഗ്യം കിട്ടാനൊക്കെ സഹായിക്കുന്ന വ്യായാമങ്ങൾ കൂടിയാണ്. പലർക്കും ജിമ്മിൽ പോകാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടാറില്ല. അങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഒരു വ്യായാമം പരിശീലിക്കാം. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതേപോലെ തന്നെ കസേരയിൽ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ 2 കാലുകളും ഇതേപോലെ ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക, ഞാൻ ഈ ചെയ്തിരിക്കുന്ന പോലെ. അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഈ വർക്കൗട്ട് ചെയ്യാം. 1, അതിനുശേഷം മുമ്പോട്ട് കൊണ്ടുവരിക, വീണ്ടും ബാക്കിലോട്ട്, സൈഡിലോട്ട്. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. സൈഡിലോട്ട് കൊണ്ടുപോവുക, വീണ്ടും പഴയ പൊസിഷൻ, മുമ്പിലോട്ട് കൊണ്ടുവരിക, ബാക്ക്. ഓക്കെ, ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ഹിപ്പ് മസിൽ, നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ, അത് കണക്ക് തന്നെ ഹാംസ്ട്രിങ്, തൈസ്, എല്ലാ നമ്മുടെ കാലുകളുടെ ഫുൾ മസിൽ പാർട്സിനെയും സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഒരു 15 പ്രാവശ്യം ഈ ഒരു വ്യായാമം ചെയ്യാം. ഒരു കസേരയിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഈ വർക്കൗട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വർക്കൗട്ട്, നമുക്ക് ഇതേപോലെ കാലുകൾ ഇതേപോലെ വൈഡ് ചെയ്യാം. നിങ്ങളുടെ കൈകൾ ഇതനക്ക് ഷോൾഡറിലായിട്ട് വെക്കാം. അതിനുശേഷം നിങ്ങൾ എഴുന്നേൽക്കുക, പതുക്കെ ഇരിക്കുക. 2, 3. അടിപൊളി ഒരു വ്യായാമമാണിത്. നിങ്ങളുടെ കാലുകൾക്ക് പൂർണ്ണമായിട്ടും നല്ല പ്രയോജനം ലഭിക്കുന്ന ഒരു വ്യായാമം. നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ, നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽ, തൈ മസിലൊക്കെ നല്ല ഒരു സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വ്യായാമമാണ്. നിങ്ങൾക്ക് 15 പ്രാവശ്യം ഇതേപോലെ ചെയ്യാവുന്നതാണ്.
നിങ്ങൾ അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ബലമുള്ള ഒരു കസേര തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തടി കസേര ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഓക്കെ, ഞാനിപ്പം കസേര മാറി മാറിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ബലമുള്ള തടി കസേര ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സേഫ്റ്റിയും കൂടെ പ്രധാനമാണ്. ഓക്കെ, എത്ര തടിയുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണിത്. നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ സിറ്റിംഗ് കാഫ് റൈസ് ആണ് ചെയ്യുന്നത്. നമ്മുടെ കാഫ് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. അതിനുശേഷം ഇതേപോലെ നിങ്ങളുടെ കാലിൻ്റെ വിരലുകൾ താഴെ കുത്തിക്കൊണ്ട് നിങ്ങളുടെ ഉപ്പൂറ്റി ഭാഗം പതുക്കെ ഇതേപോലെ മുകളിലോട്ടാക്കി കൊടുക്കുക. 4, 5 നിങ്ങളുടെ കാഫ് മസിൽ, ഓക്കെ, നിങ്ങളുടെ കാഫ് മസിൽ സ്ട്രോങ് ആക്കാൻ പറ്റിയ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കിഡിലൻ വർക്കൗട്ടാണിത്. നിങ്ങൾക്ക് ഒരു 15 പ്രാവശ്യം ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ സാവധാനത്തിൽ മുകളിലോട്ട് കൊണ്ടുവരിക. 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക, മുകളിൽ കൊണ്ടുവന്ന് അതിനുശേഷം താഴോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഒരു 15 പ്രാവശ്യം ചെയ്യുക. ഓരോ വർക്കൗട്ടിന് ശേഷവും നിങ്ങളൊരു 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം വീണ്ടും അടുത്ത വർക്കൗട്ടിലോട്ട് പോവുക. നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതാണ്. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നമ്മുടെ ഒരു കാൽ പതുക്കെ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരിക. അതിനുശേഷം പതുക്കെ ബാക്കിലോട്ട് കൊണ്ടുപോവുക. 3 മാക്സിമം സ്ട്രെച്ച് ചെയ്യുക ഫ്രണ്ടിലോട്ട് ഇതേപോലെ. ഇത് നിങ്ങളുടെ ആ ഒരു തൈ മസിലിന് നല്ല ഒരു വ്യായാമമാണ്. അതിനൊക്കെ തന്നെ നമ്മുടെ ആ ഒരു മുട്ടുവേദനയൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ ഫലപ്രദമായ ഒരു എക്സസൈസ് കൂടിയാണ്. ഓക്കെ, നമ്മുടെ മുട്ടിന് സ്ട്രെങ്ത് കൂട്ടാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. നിങ്ങൾക്ക് ഒരു കാലിൽ ഒരു 15 പ്രാവശ്യം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 പ്രാവശ്യമെങ്കിലും ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ അടുത്ത കാലിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. സാവധാനം ബാക്കിലോട്ട് കൊണ്ടുവരിക, ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ഇത് വളരെ നല്ല ഒരു വ്യായാമമാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാൻ പറ്റിയ വ്യായാമങ്ങളാണ്. പല ആൾക്കാർക്കും ഇപ്പം നടക്കാൻ പോലും സമയമില്ലാത്ത പല സ്ത്രീകളും പല വീട്ടമ്മമാരുമുണ്ട്, പ്രായമായവരുണ്ട്. പലരും കാലുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ വ്യായാമം വളരെ ഫലപ്രദമാകും. നമുക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത വർക്കൗട്ടിലോട്ട് നമുക്ക് പോകാം. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് കാലുകൾ നിങ്ങൾ ഇതേപോലെ വൈഡാക്കി വെക്കുക, ഞാൻ ഈ ചെയ്യുന്ന കണക്ക്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ വരിക. നിങ്ങൾ ഈ ഒരു പൊസിഷൻ കണ്ട് പേടിക്കേണ്ട, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ മാക്സിമം എത്ര സമയം നിൽക്കാൻ പറ്റും നിങ്ങൾ അത്ര സമയം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വ്യായാമമാണിത്. നിങ്ങളുടെ ഗ്ലൂട്ട്സിനും നിങ്ങളുടെ തൈക്കും നിങ്ങളുടെ കാലുകൾക്ക് നല്ല സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന സൂപ്പർ ഒരു വ്യായാമമാണ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാം. നിങ്ങളുടെ കാല് എപ്പോൾ കഴിക്കുന്നു നിങ്ങൾ അന്നേരം തന്നെ നിങ്ങളുടെ കസേരയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഒരു 25 സെക്കൻഡ് ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതേപോലെ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം എത്ര സമയം അത്ര സമയം. ഓക്കെ, നമ്മുടെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമുക്കൊരു ചെറിയ സ്ട്രെച്ചിങ് ചെയ്യാം. കാല് മുമ്പോട്ട് ഒരെണ്ണം ഇതേപോലെ നീക്കി വെച്ചതിന് ശേഷം നിങ്ങളുടെ കൈകൾ കൊണ്ട് കാലിൻ്റെ വിരലുകൾ ഒന്ന് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു സ്ട്രെച്ചിങ്ങിന് വേണ്ടിയാണ്. ഓക്കെ, കാലുകളുടെ വ്യായാമം ചെയ്ത വഴി നമ്മുടെ ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്ട്രെച്ചിങ് ഇതേപോലെ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് 2 കാലുകളും ഇതേപോലെ ഫ്രണ്ടിലോട്ട് ഒന്ന് നീട്ടി വെക്കാം, നല്ല സ്ട്രെയിറ്റായിട്ട്. അപ്പം ഇതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ സ്ട്രെച്ചിങ്ങും കംപ്ലീറ്റായി. ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് വീഡിയോ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് തരിക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട്